നമസ്തേ. അങ്ങനെ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ കേജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നു. ഈ അറസ്റ്റിലേക്ക് നയിച്ചതൊരു നീണ്ട പ്രക്രിയ ആയിരുന്നു. 9 തവണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തിന് സമൻസ് നൽകിയതാണ്. പക്ഷേ അതിനെയെല്ലാം കേജ്രിവാൾ അവഗണിച്ചു. താൻ നിയമത്തിന് അതീതനാണെന്ന ഭാവത്തോടുകൂടി ഈ ഇ ഡി സമൻസിനെ ഒന്നും വകവയ്ക്കാതെ അദ്ദേഹം നടന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കോടതിയിലും പോയി, ഇ ഡിയും കോടതിയിൽ പോയി. അവസാനം ഡൽഹി ഹൈക്കോടതി കൈവിട്ടതോടുകൂടി കേജ്രിവാളിന് അടിതെറ്റിപ്പോയി. അങ്ങനെ ഡൽഹി ഹൈക്കോടതി യാതൊരു റിലീഫും നൽകാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ, അടിയന്തര റിലീഫൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് രാത്രി തന്നെ കേജ്രിവാളിൻ്റെ വീട്ടിലെത്തുകയും 2 മണിക്കൂർ നേരത്തെ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കേസിന് ആസ്പദമായ സംഭവം നടന്നിട്ട് 2-3 വർഷങ്ങളായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡൽഹി മദ്യനയ തിരുത്തൽ വരുത്തിയതിന് 100 കോടി രൂപ, കുറഞ്ഞത് 100 കോടി രൂപ അഴിമതിപ്പണമായിട്ട് കൈക്കൂലിയായിട്ട് വാങ്ങി എന്നുള്ളതാണ് കേസ്. അപ്പോൾ അതിനുള്ളതാണ് ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മറ്റ് 2 സിസോദിയയ്ക്കും വേറൊരു സഞ്ജയ് സിംഗ് ആണ്, അതിന് പേര് കൃത്യമാണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ 2 പേർക്കും എതിരായിട്ട് കേസെടുത്തിരുന്നു. അവരൊക്കെ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്. കേജ്രിവാൾ ഇപ്പോഴാണ് അറസ്റ്റിലായത്. അറസ്റ്റ് പേടിച്ച് ഈ സമൻസ് ഒഴിവാക്കി അദ്ദേഹം ഇങ്ങനെ നടക്കുകയായിരുന്നു. ഈ ഒരു ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നിയമപ്രക്രിയയ്ക്ക് വിധേയനാകേണ്ട ചുമതല ഏതൊരു പൗരനും ഉണ്ട്. ആ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളും ഇന്ത്യയിലെ ഒരു പൗരൻ തന്നല്ലോ. പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുമാണ് നമ്മുടെ റൈറ്റ് ടു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ കേജ്രിവാളിന് പ്രത്യേകിച്ച് അധികാരങ്ങളോ അവകാശങ്ങളോ ഒന്നുമില്ല. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഭരിക്കാം, പക്ഷേ നിയമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് പ്രത്യേകതയൊന്നുമില്ല. അതാണ് ഇന്നലെ അറസ്റ്റോടുകൂടി ഇ ഡി തെളിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹം അഴിമതി കേസിൽ അറസ്റ്റിലാവുക എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന ഒരു സംഗതിയായിട്ട് വേണം നമ്മൾ കാണാൻ. കാരണം ഇദ്ദേഹം പൊതുരംഗത്ത് വന്നത് തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള സമരത്തിലൂടെയാണ്. അണ്ണാ ഹസാരെയോടൊപ്പം അവിടെ സത്യാഗ്രഹ പന്തലിൽ അവിടെ നിരന്തര സാന്നിധ്യമായി നിന്നുകൊണ്ടാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് വന്നത്. അങ്ങനെ അഴിമതിക്കെതിരായിട്ട് പോരാട്ടം തുടങ്ങി പൊതുരംഗത്ത് വന്ന ആൾ ഒരു പാർട്ടി രൂപീകരിക്കുകയും തനിക്ക് അസൗകര്യമുള്ളവരെയൊക്കെ, തനിക്ക് ഇഷ്ടമില്ലാത്ത അഭിമതരല്ലാത്തവരെയെല്ലാം ആ പാർട്ടിക്ക് വെളിയിൽ നിർത്തുകയും അഴിമതി വിരുദ്ധൻ എന്നുള്ള പേര് അണ്ണാ ഹസാരെ മൂലം നേടിയത് അത് ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. അങ്ങനെ ഭരിക്കുകയായിരുന്നു അഴിമതി വിരുദ്ധരായിട്ട്. ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കുകയും ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ അഴിമതിയായിരുന്നു അതുവരെയുള്ള ഭരണത്തിൻ്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ അഴിമതി ഇല്ലാതാക്കുക, അതിന് ജനങ്ങളിൽ വലിയ അപ്പീലുണ്ടാക്കാൻ സാധിച്ചു. ആ കേജ്രിവാളാണ്, അഴിമതി വിരുദ്ധനായ കേജ്രിവാളാണ് ഇപ്പോൾ അഴിമതി കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു ക്ലിയർ കേസാണ്. കാരണം എന്ന് പറഞ്ഞാൽ 100 കോടി കൈമാറ്റം ചെയ്തത് BRS നേതാവ് കവിത റാവു ആണെന്നാണ് കരുതപ്പെടുന്നത്. അവരും ഇപ്പോഴും അറസ്റ്റിലായിട്ടുണ്ട്. പിന്നെ അവർ മാപ്പുസാക്ഷിയായിട്ട് എല്ലാ സത്യങ്ങളും തുറന്നു പറയും എന്നാണ് പത്രങ്ങൾ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അഴിമതി വിരുദ്ധൻ, ആ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയോടുകൂടി ഈ രാഷ്ട്രീയ രംഗത്ത് തെളിഞ്ഞു നിന്ന
കേജ്രിവാൾ ഇന്നിപ്പോൾ അഴിമതി വീരനായി മാറിയിരിക്കുകയാണ്. എന്തൊരു കാലത്തിൻ്റെ എന്തൊരു പോക്കാണിത്, എന്തൊരു തിരിച്ചടിയാണിത്. ഇതിൽ മോൻസൻ മാവുങ്കലിൻ്റെ കഥ പറഞ്ഞതുപോലെയാണ്. മോൻസൻ മാവുങ്കൽ രാജകീയ പ്രൗഢിയോടെ ഒരു പുരാവസ്തു വ്യാപാരിയായിട്ട് അങ്ങനെ വിരാജിക്കുകയായിരുന്നു. വലിയ പോലീസുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽപ്പെട്ടിരുന്നു. അവരെല്ലാം അദ്ദേഹത്തിൽ നിന്ന് വൻ തുകകൾ സംഭാവന വാങ്ങിച്ചു. അതുപോലെയാണ് അഴിമതി വിരുദ്ധൻ എന്നുള്ള പ്രതിച്ഛായയിൽ ആ തിളക്കത്തിൽ മിന്നി നിന്നിരുന്ന കേജ്രിവാൾ ഇതാ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അഴിമതി കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. ഒരു ദിവസം പോലീസ് ലോക്കപ്പിലാണ് അദ്ദേഹം കിടന്നത്. ആരെ വിശ്വസിക്കും ഈ ലോകത്ത്? അദ്ദേഹമാണ് അഴിമതി ഇല്ലാത്ത ഒരു ഭരണം നയിക്കുന്ന കേജ്രിവാൾ മോദിക്കെതിരായിട്ട് അനാവശ്യ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയുണ്ട്. മോദിക്ക് എന്താണ് യോഗ്യത, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ ചോദിച്ചിട്ട് തികച്ചും ഭരണരംഗത്ത് അപ്രസക്തമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മോദിക്കെതിരായിട്ട് അയാൾ സമരം പ്രഖ്യാപിച്ചത്, മോദിക്കെതിരെ വാദങ്ങൾ ഉന്നയിച്ചത്. അവസാനം ദാ കിടക്കുന്നു. ഇനി എവിടെ പോയിരുന്നു വാദങ്ങൾ? മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കത്തില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്രയ്ക്ക് അധികാര മത്ത് പിടിച്ച ഒരു മുഖ്യമന്ത്രി വേറെ ഇല്ല എന്ന് വേണം. അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം മോടി പിടിപ്പിക്കാൻ തന്നെ കോടികൾ ചെലവിട്ട വാർത്ത 10, 30, 40 കോടിയാണെന്ന് തോന്നുന്നു. മോടി പിടിപ്പിക്കാൻ അല്ലെങ്കിൽ റിനോവേഷൻ നടത്താൻ, പുതുക്കിപ്പണിയാൻ അത്രയും കോടി രൂപയാണ് ചിലവാക്കിയത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്, ഭരണരംഗത്ത് തെറ്റായ പല കീഴ്വഴക്കങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 300 യൂണിറ്റ് ഓരോ കുടുംബത്തിനും ഫ്രീ, സ്ത്രീകൾക്കെല്ലാം ബസ്സിൽ ഫ്രീ യാത്ര. ഇതൊക്കെ വളരെ ഈ ഖജനാവ് മുടിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി എല്ലാവർക്കും കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇതൊക്കെ കൊടുക്കാൻ പൈസ ഉള്ളവർക്ക് എന്തിനാണ് കൊടുക്കുന്നത്? നിവൃത്തിയില്ലാത്തവർക്ക് കുറേ കൊടുക്കുക. അവരുടെ കൺസംഷനും കുറവായിരിക്കും. ഒരു 10 100 യൂണിറ്റ് കൊടു ഒരു മാസം, അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്ന പോലെ 50 75 യൂണിറ്റ് കൊടു. അത് നമുക്ക് മനസ്സിലാക്കാം. അതിനകത്തൊരു ന്യായമുണ്ട്. അതിന് പകരം കേജ്രിവാൾ കൊണ്ടത് 300 യൂണിറ്റ് മാസം ഫ്രീ, അതുപോലെ സ്ത്രീകൾക്കെല്ലാം ബസ് യാത്ര ഫ്രീ. ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അർഹതപ്പെട്ടവർക്കാണ് സൗജന്യങ്ങൾ കൊടുക്കേണ്ടത്. അല്ലാതെ എല്ലാവർക്കും വാരി കൊടുക്കുന്ന എന്തിനാണ്? വോട്ട് വാങ്ങാനാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു അഴിമതിയാണ്. എന്തായാലും അതിനെക്കുറിച്ച് ഇപ്പോൾ സുപ്രീം കോടതി ഒരു കേസ് ഫയലിൽ സ്വീകരിച്ചിരിക്കുകയാണ്. ഉടനടി തന്നെ അത് കേൾക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഴിമതികളുടെ ഒരു ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന കേജ്രിവാൾ, അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുള്ള കേജ്രിവാൾ അവസാനം നിലം പതിച്ചിരിക്കുന്നു. ഇത് നല്ലൊരു കാര്യമാണ്. ഈ കാപട്യക്കാർ എന്നും അവരുടെ അവസാനം ഇങ്ങനെയാണ്. മുഴുവൻ ആൾക്കാരെയും പറ്റിക്കാം, പക്ഷെ അത് കഴിഞ്ഞാൽ സ്വയം പറ്റിക്കപ്പെടും. നമസ്തേ.